ഹായ്, നിങ്ങൾ ഡോപ്പയുടെ വൺ ഷോട്ട് കൺസെപ്റ്റൽ സീരീസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നീറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റും അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ടഫർ ആയിട്ടുള്ള മോഡൽ MCQs നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു കൺസെപ്റ്റ് സ്ട്രോങ് ആക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മതിയാവും. ഹായ് മക്കളെ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇതിനു മുമ്പ് വന്ന വീഡിയോ സീരീസൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നുണ്ട്, കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് കോൺസെപ്റ്റൊക്കെ മനസ്സിലാക്കുക, പ്രിപ്പയർ ചെയ്യുക, കൂടെ തന്നെ പഠിച്ചു പോവുക. നിങ്ങളോട് ഞാൻ ഒരു കാര്യം കൂടെ സജസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളൊരു വീഡിയോ ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു വീഡിയോ ക്ലാസ് കണ്ട് വെറുതെ ഇരിക്കരുത്. നിങ്ങൾ ആ വീഡിയോ ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ നോട്ട് എഴുതി പോവുകയും എന്നിട്ട് ആ ക്ലാസ്സിന് ശേഷം എന്ത് ചെയ്യണം, ആ സെയിം ടൈപ്പ് 1-2 ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് കണ്ടെത്തുക, പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ ചുമ്മാതൊരു ക്വസ്റ്റ്യൻ കേട്ടിരുന്നിട്ടോ കണ്ടിരുന്നിട്ടോ കാര്യമില്ല. അതൊന്ന് പ്രാക്ടീസോടെ ചെയ്താലേ നമുക്കതൊക്കെ ശരിയാവത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ വീഡിയോ സീരീസിൽ നോഡൽ അനാലിസിസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് പഠിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ തന്നെ വേറൊരു മെത്തേഡാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിലെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ മെത്തേഡ്, ഈ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഇതിനു മുമ്പ് സീരീസിൽ നമ്മൾ ചെയ്ത ആ ഒരു മെത്തേഡ് നോഡൽ അനാലിസിസിൻ്റെ ഈ 2 ടൈപ്പ് അല്ലാതെ നിങ്ങളോട് കറണ്ട് കാണാനുള്ള, ഒരു ബ്രാഞ്ചിൽ കൂടെ പോകുന്ന കറണ്ട് കാണാനുള്ള മെത്തേഡ് ഇത് രണ്ടും അല്ലാതെ ഇതിൻ്റെ മുകളിലോട്ട് ഒരു കാരണവശാലും ഒന്നും നിങ്ങൾക്ക് ചോദിക്കില്ല. അത് ഞാൻ നിങ്ങൾക്ക് 100% ഉറപ്പ് തരാം. പൊതുവേ എക്സാമിന് നീറ്റിനൊക്കെ ക്രിച്ച് ലോയുടെ ബേസിക് ക്വസ്റ്റ്യൻസേ ചോദിക്കാറുള്ളൂ. ഇനി കുറച്ചുകൂടെ ലെവൽ ചോദിച്ചാൽ പോലും ഇതിൻ്റെ അപ്പുറത്തോട്ട് എന്തായാലും നിങ്ങൾക്ക് ചോദിക്കില്ല. അത് 100% ഉറപ്പ് ഞാൻ തരുന്നു. സോ ഇതുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചിരുന്ന് മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോ സീരീസിൽ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് നിങ്ങളിവിടെ ഇങ്ങനെ റെസിസ്റ്റൻസ് ഇല്ലാത്ത ബ്രാഞ്ച് അനലൈസ് ചെയ്യും അല്ലേ, എന്നിട്ട് പൊട്ടൻഷ്യൽ എഴുതി പോകും, എന്നിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് എടുത്താൽ മതി. പക്ഷേ ഇവിടെ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾ ഇവിടെ എർത്ത് ചെയ്തെന്ന് വിചാരിക്കും. അപ്പോൾ ഇവിടെ 0 എന്ന് എഴുതും, ഇവിടെ 0 എന്ന് എഴുതും, ഇവിടെ 0 എഴുതും, ഇവിടെ -14 എന്ന് എഴുതാം, ഇവിടെ 30 എന്ന് എഴുതാം, ഇവിടെ 10 എന്നൊക്കെ എഴുതാം, പൊട്ടൻഷ്യൽ എഴുതാം. പക്ഷേ ഈ പോയിന്റിലെ പൊട്ടൻഷ്യലൂടെ ഉണ്ടെങ്കിലല്ലേ ഇവിടുത്തെ കറണ്ട് കാണാൻ പറ്റത്തുള്ളൂ. ഈ പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ ഒരു വഴിയില്ല നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡ് വെച്ച്. കാരണം ഈ ബ്രാഞ്ചിലും ഈ ബ്രാഞ്ചിലും ഈ ബ്രാഞ്ചിലും ഒക്കെ റെസിസ്റ്റൻസ് ഉണ്ട്. നേരത്തെ റെസിസ്റ്റൻസ് ഇല്ലാത്ത ഫ്രീ ബ്രാഞ്ചുകൾ കാണാൻ പറ്റുമായിരുന്നു. ഇവിടെ ഈ ബ്രാഞ്ചിലും ഈ ബ്രാഞ്ചിലും ഈ ബ്രാഞ്ചിലും ഒക്കെ റെസിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിലെ പൊട്ടൻഷ്യൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ജംഗ്ഷൻ റൂളിൻ്റെ ആപ്ലിക്കേഷനാണ്. അപ്പം മറന്നു പോകരുത്, ഇവിടെ ഞാൻ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നത് കിർച്ചോഫ്സ് ജംഗ്ഷൻ റൂൾ, കിർച്ചോഫ് ജംഗ്ഷൻ റൂളാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എന്താ ജംഗ്ഷൻ റൂൾ പറയുന്നത്? ദി ഓൾജിബ്രായിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എനി ജംഗ്ഷൻ ഈസ് 0. ഒരു ജംഗ്ഷൻ എടുത്താൽ ആ ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ടുകളുടെ സമ്മ് 0 ആണ്. അപ്പോൾ ജംഗ്ഷൻ എന്താ, നോഡ് എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഞാൻ ഓൾറെഡി നിങ്ങളോട് നോഡ് എന്താണെന്ന് പറഞ്ഞതാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു റെസിസ്റ്ററും ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു സെല്ലോ റെസിസ്റ്ററോ, ഞാൻ ഇങ്ങോട്ടിപ്പോൾ ഒരു വേറെ റെസിസ്റ്റർ കൂടെ എടുത്തെന്ന് വിചാരിക്കുക. 2 എണ്ണം ഉണ്ടെങ്കിൽ അതിനെ ജംഗ്ഷൻ എന്നും, 2 or more ആണെങ്കിൽ നോഡെന്നും, 3 or more ആണ് ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇപ്പം ഞാൻ 3 എലമെൻറ്റുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ സിംഗിൾ പോയിൻറ്റിനെ എനിക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ഇവനെ എനിക്ക് ജംഗ്ഷൻ എന്ന് വിളിക്കാൻ പറ്റും. എന്നിട്ട് അവിടെ നമ്മൾ ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്യും. ക്ലിയർ ആണല്ലോ? ഇവിടെ ജംഗ്ഷൻ ആരൊക്കെയാണ്? ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്. കാര്യം എന്താ, ഇവിടെ 1, 2, 3 എലമെൻറ്റുകൾ കണക്റ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ 1, 2, 3 എലമെൻറ്റുകൾ ഇവിടെയും കണക്റ്റഡ് ആണ്. അപ്പോൾ അത് രണ്ടും ജംഗ്ഷനുകളാണ്. അപ്പോൾ അങ്ങനത്തെ ജംഗ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് നേരത്തതിൽ നിന്നും ചെറിയ കുറച്ച് മാറ്റങ്ങൾ വരുത്തി നമുക്കിത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ശ്രദ്ധിച്ചിരിക്കുക. ആസ് യൂഷ്വൽ റെസിസ്റ്റൻസ് ഇല്ലാത്ത ബ്രാഞ്ച് കാണുന്നു, എന്നിട്ട് നമ്മൾ ഈ പോയിൻറ്റിനെ അങ്ങ് എർത്ത് ചെയ്യും. ഈ പോയിൻറ്റിനെ എർത്ത് ചെയ്യുന്നു. അപ്പോൾ ഈ പോയിൻറ്റിനെ എർത്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ 0 വോൾട്ടായി. അപ്പോൾ ഒരു ജംഗ്ഷൻ 0 പൊട്ടൻഷ്യൽ ആക്കിയിട്ട് മറ്റേ ജംഗ്ഷനിലെ പൊട്ടൻഷ്യൽ V ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. അപ്പോൾ 2 ജംഗ്ഷൻസ് നമ്മൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്തു. അതിലൊരു ജംഗ്ഷൻ എർത്ത് ചെയ്തു 0 പൊട്ടൻഷ്യലാക്കി, മറ്റേ ജംഗ്ഷനെ V പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നു. എന്നിട്ട് നമ്മളൊരു അസംഷൻ എടുക്കും, നമ്മൾ കൺസിഡർ ചെയ്ത V ഇല്ലേ, ആ V ആണ് ഇവിടുത്തെ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ.
ആ വി ആണ് ഇവിടുത്തെ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ എന്ന് അസ്യൂം ചെയ്യും. ഹയസ്റ്റ് പൊട്ടൻഷ്യൽ അതാവണമെന്ന് ഒരു നിർബന്ധമില്ല, കാര്യം വേറെ പൊട്ടൻഷ്യലൊക്കെ അവിടെ ഉണ്ട്, വാല്യൂസും സെല്ലും ഒക്കെ ഉണ്ട്, അപ്പോൾ മാറാം. പക്ഷെ നമ്മളൊരു അസംഷൻ എടുക്കുവാണ്, താഴെ ഒരു പോയിന്റ് നമ്മൾ എർത്ത് ചെയ്ത് 0 വോൾട്ടാക്കി മുകളിലത്തെ ജംഗ്ഷനെ വീന്ന് വിളിച്ചിട്ട് അതൊരു ഹയസ്റ്റ് പൊട്ടൻഷ്യലാണെന്ന് അസ്യൂം ചെയ്യുന്നു. അതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ കറണ്ട് ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ഹൈ പൊട്ടൻഷ്യൽ ആരാ? വി ആണ്. ലോവർ പൊട്ടൻഷ്യൽ ആരാ? 0 ആണ്. കറണ്ട് ഫ്ലോസ് ഫ്രം ഹൈ ടു ലോ. അപ്പോൾ ഹൈ വി ആണ്, ലോ 0 ആണ്. അപ്പോൾ ഹൈ ടു ലോ, വിയിൽ നിന്ന് 0-ലോട്ട് എല്ലാ ബ്രാഞ്ചിൽ കൂടെ നമുക്ക് കറണ്ട് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, നമ്മളത് അസ്യൂം ചെയ്യുന്നതാണ് കേട്ടോ. യെസ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എനിക്ക് പറയാൻ പറ്റും, ദാ ഈ ബ്രാഞ്ചിൽ കൂടി ഇങ്ങനെ ഒരു കറണ്ട് വരുന്നു, ആ കറണ്ടിനെ എനിക്ക് I1 എന്ന് വിളിക്കാം. ഈ ബ്രാഞ്ചിൽ നിന്ന് ഈ ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങോട്ടാണ് I1 വരച്ചത് ഞാൻ, കത്തിയോ? അതേപോലെ ഇവിടുന്ന് താഴേക്ക് എനിക്കൊരു കറണ്ട് വരയ്ക്കാം, ഞാൻ അതിനെ I2 എന്ന് വിളിക്കും. ഇവിടുന്ന് ഈ ഡയറക്ഷനിലോട്ട് ഒരു കറണ്ട് വരയ്ക്കാം, അതിനെ ഞാൻ I3 എന്ന് വിളിക്കും. അത്രയേ ഉള്ളൂ. എല്ലാ ബ്രാഞ്ചിൽ നിന്നും നമ്മൾ അതാ ചെയ്തത്, കണ്ടോ? ഇതാണ് ഹയസ്റ്റ് പൊട്ടൻഷ്യൽ എന്ന് അസ്യൂം ചെയ്തു. ആ ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലോട്ട് എല്ലാ ബ്രാഞ്ചിൽ കൂടെ കറണ്ട് വരയ്ക്കുക. I1, I2, I3 എന്നങ്ങ് വരയ്ക്കുക. ക്ലിയർ? ആ പർട്ടിക്കുലർ ജംഗ്ഷനിൽ നിന്ന് എല്ലാ കറണ്ടും ലീവ് ചെയ്യുവാണല്ലോ. ജംഗ്ഷൻ റൂൾ എന്താ? അവരുടെ ഓൾജിബ്രായിക് സമ്മ് 0 ആയിരിക്കണം. അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും? അറ്റ് ജംഗ്ഷൻ വി എന്ന് പറഞ്ഞാൽ വി പൊട്ടൻഷ്യലുള്ള ജംഗ്ഷൻ, അല്ലെങ്കിൽ ആ ഇ എന്ന് പറഞ്ഞ പോയിന്റ്, അവിടെ എനിക്ക് എഴുതാൻ പറ്റും, അവിടുന്ന് ലീവ് ചെയ്ത കറണ്ട് I1-ൻ്റെയും ലീവ് ചെയ്ത കറണ്ട് I2-ൻ്റെയും ലീവ് ചെയ്ത കറണ്ട് I3-യുടെയും സമ്മ് 0 ആണ്. കണ്ടോ? ആ ലീവ് ചെയ്ത കറണ്ടുകളുടെ സമ്മ് 0 ആണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ നോക്ക്, I1 എന്താ? I1 എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ബ്രാഞ്ചിലെ കറണ്ടാണ് അല്ലേ? I1 എന്താ? ആ കാണുന്ന ബ്രാഞ്ചിലെ കറണ്ടാണ്. വാട്ട് ഈസ് കറണ്ട്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റർ. അപ്പോൾ വാട്ട് ഈസ് കറണ്ട് ഇൻ എ ബ്രാഞ്ച്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദാറ്റ് ബ്രാഞ്ച് ബൈ റെസിസ്റ്റൻസ് ഇൻ ദാറ്റ് ബ്രാഞ്ച്. അപ്പം അതൊരു ഇക്വേഷനായിട്ട് പഠിച്ചു വെക്കുക. കറണ്ട് ഇൻ എ ബ്രാഞ്ച് ആണ്. കറണ്ട് ഇൻ എ ബ്രാഞ്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, കറണ്ട് ഇൻ എ ബ്രാഞ്ച് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദാറ്റ് ബ്രാഞ്ച് divided by resistance in that branch. Potential difference in that branch divided by resistance in that branch. ആ സെയിം ബ്രാഞ്ച് തന്നെ എടുക്കുക. അതാണ് കറണ്ട് ത്രൂ എ ബ്രാഞ്ച് കാണാനുള്ള എളുപ്പവഴി. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കണം, ഈ വന്ന കറണ്ട് I1 ആണ്, ഈ വന്ന കറണ്ട് I2 ആണ്, ഈ വന്ന കറണ്ട് I3 ആണ്. ആ കറണ്ടുകളുടെ സമ്മ് ഈക്വൽ ടു 0 ആണെന്ന് മനസ്സിലായി. ഇനി ആ ഓരോ ബ്രാഞ്ചിലെയും കറണ്ട് സെപ്പറേറ്റ്ലി നമ്മൾ അവിടോട്ട് അങ്ങ് എഴുതി വെക്കും. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ എന്താ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദാറ്റ് ബ്രാഞ്ച് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് ഇൻ ദാറ്റ് ബ്രാഞ്ച്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എഴുതുക. എത്രയാ? ഇവിടെ ആരാ? പൊട്ടൻഷ്യൽ V ആണ്. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വരണം. ശ്രദ്ധിച്ചിരിക്കണം, ഇവിടുന്ന് ഇങ്ങനെ വരണം. അപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, അങ്ങനെ വരാൻ പറ്റുമോ? ഈ മെത്തേഡ് വേറെ രീതിയിലാണ്, തൊട്ട് മുമ്പ് പഠിച്ച മെത്തേഡ് പോലെ അല്ല ഇത് ചെയ്യുന്നത്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണ്. നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുമ്പം ഇവിടെ ഒരു സെല്ലിൻ്റെ പോസിറ്റീവ് കണ്ടു, ഇവിടെ ഒരു സെല്ലിൻ്റെ നെഗറ്റീവ് കണ്ടു. രണ്ടാമത് കാണുന്നത് സെല്ലിൻ്റെ നെഗറ്റീവാണ്. ആ നെഗറ്റീവ് വാല്യൂ അങ്ങ് എടുത്തേക്കുക. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണ്, -10 ആണ്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ അപ്പം നേരത്തെ പഠിച്ച ആ മെത്തേഡ് പോലെ അല്ല ഇത് ചെയ്യുന്നത് കേട്ടോ, ഇത് വേറെ രീതി തന്നെയാണ്. അപ്പോൾ റെസിസ്റ്റൻസ് വഴി ക്രോസ് ചെയ്യാമോ? ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ മെത്തേഡ് അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം, ഈ V പൊട്ടൻഷ്യലിൽ നിന്ന് ഇങ്ങോട്ടൊരു കറണ്ട് വരുമല്ലേ, ഈ സെല്ലിൻ്റെ പോസിറ്റീവ് ഇത് നെഗറ്റീവ് ഇതുമല്ലേ, ഈ സെല്ലിൻ്റെ പോസിറ്റീവ് എന്ന് വരുന്ന കറണ്ട് അതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. അപ്പോൾ അവരുടെ ഡിഫറൻസ് എടുക്കണം. ഇത് V ആണ്, ഈ സെല്ലിൻ്റെ പോസിറ്റീവിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കറണ്ട് നിങ്ങൾ വരച്ച കറണ്ടിനെ ഒപ്പോസീവ് ആണ്. അപ്പോൾ ഇത് മൈനസ് എന്ന് എടുക്കണം. അപ്പോൾ V -10 ബൈ പിന്നെ അപ്പുറത്ത് 0 ഉള്ളൂ, അത് എഴുതണ്ട, ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് എത്രയാണ്? 1 ആണ്. കത്തിയോ? നോക്ക്, ഈ ബ്രാഞ്ചിൽ ആകെയുള്ള റെസിസ്റ്റൻസ് ഈ 1 ആണ്. അടുത്തത് പ്ലസ് I2 എങ്ങനെ എഴുതാം? I2 ഹൈ പൊട്ടൻഷ്യൽ ആരാ? ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ V ആണ്. ഇനി ഇവിടുന്ന് താഴേക്ക് വരുമ്പോൾ നിങ്ങളിവിടെ +30 കാണും, നിങ്ങൾ -30 കാണും. താഴോട്ട് വരുമ്പോൾ രണ്ടാമത് -30 ആണ്. സോ V -30 ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 2 ആണ്. ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 2 ആണ്. ക്ലിയർ? അടുത്തത് പ്ലസ് V, നിങ്ങളിനി ഈ ബ്രാഞ്ച് എടുക്കുക,
അപ്പോൾ ഈ ബ്രാഞ്ചിൽ കൂടെ നിങ്ങൾ വരുമ്പം നിങ്ങൾ ആദ്യം കാണുന്നത് മൈനസ് ആണ്, രണ്ടാമത് കാണുന്ന പ്ലസ് ആണ്, രണ്ടാമത്തെ സിമ്പിൾ വേണം എടുക്കാൻ. അപ്പോൾ +14 ഡിവൈഡഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് 2 ആണ്, ഇതേ ഈക്വൽ ടു 0 എന്ന് എഴുതാം. കാര്യം എന്താ, സം ഓഫ് ദ കറണ്ട് 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി നിങ്ങളൊരു കാര്യം ദയവ് ചെയ്ത് മനസ്സിലാക്കുക മക്കളെ, ഇങ്ങനെ ഓർത്താൽ മതി. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ഇങ്ങനെ ഓർത്താൽ മതി. ഇത് ഹൈ പൊട്ടൻഷ്യലും ഇത് ലോ പൊട്ടൻഷ്യലും ആണല്ലോ. ഈ ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് അടുത്ത സെല്ലിനെ മൈനസ് ചെയ്യണോ പ്ലസ് ചെയ്യണോ, ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ രണ്ടാമത്തെ സിമ്പിൾ എഴുതുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. നിങ്ങൾ വരച്ച കറണ്ടിനെ ശ്രദ്ധിച്ചിരിക്കണം, നിങ്ങൾ വരച്ച കറണ്ടിന് ഈ സെല്ലിൻ്റെ പോസിറ്റീവ് എന്ന് വരുന്ന കറണ്ട് ഒപ്പോസാ, അപ്പം മൈനസ് എടുക്കും. നിങ്ങൾ വരച്ച കറണ്ടിന് ഈ സെല്ലിൻ്റെ പോസിറ്റീവ് എന്ന് വരുന്ന കറണ്ട് ഒപ്പോസാ, മൈനസ് എടുക്കും. നിങ്ങൾ വരച്ച കറണ്ടിന് ഈ സെല്ലിൻ്റെ പോസിറ്റീവ് എന്നുള്ളത് സപ്പോർട്ടാണ്, അപ്പോൾ പ്ലസ് എടുക്കും. ഇങ്ങനെയും ആലോചിക്കും. ക്ലിയർ? അപ്പം നെറ്റ് കറണ്ടിൻ്റെ സം ഈക്വൽ ടു 0. ഇനി നിങ്ങളിവിടെ LCM എടുക്കാം. LCM എത്രയാണ്? താഴെ 2 തന്നെയാണ്. അപ്പോൾ ത്രൂ ഔട്ട് നിങ്ങൾ ഈ എഴുതിയ ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 × V-10 പ്ലസ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ത്രൂ ഔട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ 2 കൊണ്ട് ചെയ്യണം, ഇവിടെയും 2 കൊണ്ട് ചെയ്യണം. അപ്പോൾ ഈ 2ഉം 2ഉം വെട്ടിപ്പോവും. ഇവിടെയും 2 കൊണ്ട് ചെയ്യുമ്പോൾ ഈ 2ഉം 2ഉം വെട്ടിപ്പോവും. അപ്പോൾ ഇവിടെ മാത്രം ഒരു 2 വരും. ബാലൻസ് ചുമ്മാ ഡയറക്റ്റ് എഴുതാം. പ്ലസ് V-30 പ്ലസ് V+14 ഈക്വൽ ടു 0. 2 അകത്തോട്ട് കൊടുത്താൽ 2V മൈനസ് 20 പ്ലസ് V-30 പ്ലസ് V+14 ഈക്വൽ ടു 0. ഇവിടെ നിങ്ങൾ നോക്കി, ഇത് 2V ആണ്, പ്ലസ് V 3V ആണ്, പ്ലസ് V അത് 4V ആണ്. അപ്പോൾ അത് 4V എന്ന് കിട്ടും, 4V എന്ന് കിട്ടും. ഇനി നിങ്ങളിവിടെ നോക്കിയേ, ആ നമ്പേഴ്സ് മാത്രം എടുത്താൽ ഇത് 30ഉം 20ഉം 50 ആണ്. 30ഉം 20ഉം 50, -50 ആണ്. -50ൻ്റെ കൂടെ 14 കൂട്ടിയാൽ അത് -36 ആണ് അല്ലേ. 36ഉം 4ഉം 40ഉം 10ഉം ആണ് 50. -36 ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ അത് 36 ആയിട്ട് മാറും. Therefore V ഈക്വൽ ടു 36/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 വോൾട്ട് എന്ന് കിട്ടും. നിങ്ങൾക്ക് അവിടുത്തെ V 9 വോൾട്ട് എന്ന് കിട്ടി. കണ്ടോ, ഇവിടുത്തെ V 9 വോൾട്ട് എന്ന് കിട്ടി. ക്ലിയർ? 36/4 ഇത് 9 വോൾട്ട് എന്ന് കിട്ടി. ചോദിക്കുന്നത് V കാണാനല്ല, അപ്പോൾ ഇവിടുത്തെ V നിങ്ങൾക്ക് 9 വോൾട്ട് എന്ന് കിട്ടി. ക്ലിയർ? പക്ഷെ ചോദിക്കുന്ന V കാണാനല്ല, ചോദിക്കുന്നത് എന്താ, ഫൈൻഡ് കറണ്ട് ഇൻ ഈച്ച് ബ്രാഞ്ചാ. I1 ആരാ, V-10/1 എന്ന് എഴുതിയിട്ടുണ്ടല്ലോ. ആ Vക്ക് 9 കൊണ്ട് കൊടുത്താൽ മതി. ക്ലിയർ? അപ്പോൾ വാട്ട് ഈസ് I1? I1 നമ്മൾ എഴുതിയിരിക്കുന്നത് V-10/1 എന്നാണ്. V എത്രയാണ്? 9 ആണ്. -10 ഡിവൈഡഡ് ബൈ 1 ആണ്. നിങ്ങൾക്ക് കിട്ടും -1 ആംപിയർ. -1 ആംപിയർ. അതേപോലെ ആ നെഗറ്റീവ് കിട്ടിയതിൻ്റെ റീസൺ ഞാൻ പറയാം. അടുത്തത് I2 എന്താണ്? I2 എന്ന് പറയുന്നത് V-30 ഡിവൈഡഡ് ബൈ 2 ആണ് അല്ലേ. V-30 ഡിവൈഡഡ് ബൈ 2 ആണ്. സോ 9 - 30 ഡിവൈഡഡ് ബൈ 2, 9 - 30 21 ആണ് അല്ലേ. 21 ആണ്. -21 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് ഈക്വൽ ടു 21/2 വിച്ച് ഈസ് ഈക്വൽ ടു -10.5 ആംപിയർ എന്ന് കിട്ടും. അടുത്തത് I3 ആണ്. I3 വിച്ച് ഈസ് ഈക്വൽ ടു, I3 എങ്ങനെ എഴുതാം? V+14/2 ആണ്. V+14/2 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു V എത്ര? 9 ആണ്. 9 + 14/2 14 + 9 23 ആണ് അല്ലേ. 23 ഡിവൈഡഡ് ബൈ 2, 23 ഡിവൈഡഡ് ബൈ 2 11.5 ആംപിയർ ആണ്. 11.5 ആംപിയർ. ഇത് +ഉം ആണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ മൈനസും കിട്ടിയതെന്ന് വെച്ചാൽ, നിങ്ങൾ അവിടെ എടുത്ത കറണ്ടിൻ്റെ ഡയറക്ഷൻ തെറ്റാണ്. അത് നമ്മൾ അസ്യൂം ചെയ്തതാണ്, V ഹൈ ആണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ I1 ഇങ്ങോട്ടാണ് എടുത്തത്, അത് നേരെ ഓപ്പോസിറ്റാണ് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ I2 ഇങ്ങോട്ടാണ് എടുത്തത്, അത് നേരെ ഇങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. I3യുടെ ഡയറക്ഷൻ കറക്റ്റുമാണ്. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇതാണ് I1, നമ്മൾ തിരിച്ചെടുത്തു, അത് പോട്ടെ. ഇതാണ് I1, ഇതാണ് I2. അവരുടെ സം ആയിരിക്കണം I3. നോക്കാം, I1 എത്രയാണ്? I1 1 ആണ്. സോറി, I1 മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കിയാൽ 1 ആണ്. ഇത് 10.1 ആണ്. അപ്പോൾ അവരുടെ സം എത്രയാണ്? 10.5 ആണ്. 10.1 അല്ല, 10.5. 10.5 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 11.5. ശരിയാണ്. I1 ഇങ്ങനെ വരും, I2 ഇങ്ങനെ വരും. അവരുടെ സമ്മാണ് ഇത്. കറക്റ്റ് I3. കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടി. ഇത് ചെയ്യാനുള്ള ഈസി മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കോൺസെപ്റ്റാണ്.
അത് പെട്ടെന്ന് ഒന്നും ഇത് ചെയ്യാൻ പറ്റില്ല. ഈസി ആയിട്ട് ചെയ്യാം. എപ്പോഴാണ്? ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടോ നമുക്ക് പറ്റില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റൂ. പക്കയായിട്ട് മനസ്സിലായെന്ന വിശ്വാസത്തോടെ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രീവിയസ് ഇയർ JEE മെയിൻസ് 2015 ചോദിച്ചതാണ്. JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ ഇടാനുള്ള കാരണം ഞാൻ പറഞ്ഞല്ലോ, നീറ്റിന് ഈ ലെവൽ പോലും ചോദിച്ച് കാണാറില്ല. മാക്സിമം ആണ് ഈ ലെവൽ. അപ്പോൾ ഇത്രയും ഹെവി സാധനം, ഇത് ഭയങ്കര ഹെവി ഒന്നും അല്ല. ഇതുവരെ പഠിച്ചു വെച്ചാൽ ക്രിച്ച്ഹോഫ് ലോയിൽ നിന്ന് ചോദിക്കുന്ന ഏത് ക്വസ്റ്റ്യനും നമ്മൾ വളരെ സിമ്പിളായിട്ട് നീറ്റിൽ നിന്ന് ചെയ്യാൻ പറ്റും. യെസ്, നമുക്ക് നോക്കാം. ഇൻ ദ സർക്യൂട്ട് ഷോൺ ദ കറണ്ട് ഇൻ 1 ohm റെസിസ്റ്റർ. ഈ 1 ohm റെസിസ്റ്ററിലെ കറണ്ട് എത്രയാണ്, അതിൻ്റെ ഡിറക്ഷനുമാണ് ഓപ്ഷൻ തന്നിരിക്കുന്നത്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്? ഒരു സൈഡ് എർത്ത് ചെയ്യുക, ഒരു സൈഡ് V എന്ന് വിളിക്കുക. നമ്മൾ ആസ് യൂഷ്വൽ ചെയ്ത കൂട്ട് ഇവിടെ അങ്ങ് എർത്ത് ചെയ്ത് ഞാൻ. അപ്പോൾ ഇത് 0 വോൾട്ടാണ്. അപ്പോൾ ഇതാരാ? V പൊട്ടൻഷ്യലാണ്. ക്ലിയർ? ഓക്കെ. ഈ ബ്രാഞ്ചിൽ കൂടെ വരുന്ന കറണ്ട് I1 ആണ്. ഈ ബ്രാഞ്ചിൽ കൂടെ വരുന്ന കറണ്ട് I2 ആണ്. ഈ ബ്രാഞ്ചിൽ കൂടെ വരുന്ന കറണ്ട് I3 ആണ്. നമ്മൾ അങ്ങനെയല്ലേ ഇപ്പോൾ പഠിച്ചത്. അപ്പോൾ അതേ മെത്തേഡ് അങ്ങ് ഫോളോ ചെയ്യുന്നു. സോ എനിക്ക് എന്ത് എഴുതാം? I1 പ്ലസ് I2 പ്ലസ് I3 ഈക്വൽ ടു 0. അതായത് അവിടെ നിന്ന് ലീവ് ചെയ്യുന്ന കറണ്ടുകളുടെ സം ആ ജംഗ്ഷനിൽ 0 ആയിരിക്കും. അതല്ലേ ഇപ്പോൾ നമ്മൾ ചെയ്തത്. അതെ. ഇനി എന്താ? ഹയസ്റ്റ് പൊട്ടൻഷ്യൽ ആരാ? ഇവനാണ്. അതുകൊണ്ടാണ് കറണ്ട് ഹൈ ടു ലോ എടുത്തത്. നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. താഴെ നിങ്ങൾ എർത്ത് ചെയ്തു, ഇവിടെ നിങ്ങൾ V എന്ന് വിളിച്ചു. V ഈസ് ദ ഹയസ്റ്റ് പൊട്ടൻഷ്യൽ. കറണ്ട് ഫ്ലോസ് ഫ്രം ഹൈ ടു ലോ. ഹൈ ടു ലോ, ഹൈ ടു ലോ, ഹൈ ടു ലോ വരച്ചു. എന്നിട്ട് അവരുടെ സം ഈക്വൽ ടു, ആ കറണ്ടുകളുടെ സം ഈക്വൽ ടു 0. ഇനി കറണ്ട് എങ്ങനെയാണ് കാണുന്നത്? കറണ്ട് ഇൻ എ ബ്രാഞ്ച് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ ദാറ്റ് ബ്രാഞ്ച് ബൈ റെസിസ്റ്റൻസ് ഇൻ ദാറ്റ് ബ്രാഞ്ച്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ എടുക്കാം? ഹയസ്റ്റ് പൊട്ടൻഷ്യൽ V ആണ്. ഇനി നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പം ആദ്യം കാണുന്നത് മൈനസും രണ്ടാമത് കാണുന്ന പ്ലസ്സും ആണ്. അപ്പോൾ രണ്ടാമത്തെ പ്ലസ് 6 ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 3 ohm പ്ലസ് അടുത്തത് V ആണ്. ഈ ബ്രാഞ്ചാണ്. ഇവിടെ വേറെ സെല്ലുകളോ ഒന്നും ഇല്ല. അപ്പോൾ V ഫൈനലി ഇത് 0 ആണ്. അപ്പോൾ ഒന്നും എഴുതണ്ട, സിംപിളി V മൈനസ് 0 ദാറ്റ് ഈസ് V ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റർ 1 ആണ് അല്ലേ? ഈ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 1 ആണ്. അടുത്തത് ഈ കാണുന്ന ബ്രാഞ്ചാണ്. അപ്പോൾ ഈ കാണുന്ന ബ്രാഞ്ച് എടുത്താൽ എനിക്ക് എങ്ങനെ എഴുതാം? ഇവിടുന്ന് V ആണ്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നത് മൈനസ് ആണ്, രണ്ടാമത് കണ്ടത് ആദ്യം കാണുന്നത് പ്ലസ് ആണ്, രണ്ടാമത് കാണുന്നതാണ് മൈനസ്. അപ്പോൾ രണ്ടാമത്തെ സിമ്പിൾ വേണം എടുക്കാൻ. സോ പ്ലസ് ഇട്ടിട്ട് V മൈനസ് 9, രണ്ടാമത്തെ സിമ്പിളായ നെഗറ്റീവാണ് എടുത്തത്, ഡിവൈഡഡ് ബൈ ആ ബ്രാഞ്ചിലെ റെസിസ്റ്റർ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കണം, ഈ ബ്രാഞ്ചിൽ 2 മാത്രമല്ല, ഈ 2ഉം ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഈ കറണ്ട് ഈ 3 കൂടെയും കയറും. ദേ ആർ സീരീസ്. അപ്പോൾ അത് ആഡ് ചെയ്യണം. 3 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അവരുടെ നെറ്റ് സമ്മ് 0 ആയിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കും. ഇനി നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ? നമ്മൾ ഈ നോഡൽ അനാലിസിസ് അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ നിങ്ങൾ സൈൻ ഞാൻ പറഞ്ഞ പോലെ സൈൻ എടുക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഓർക്കാം, ഈ കറണ്ട് ഇങ്ങോട്ടും അല്ലേ, ഈ കറണ്ട് ഇങ്ങോട്ടും, ഇതിൻ്റെ പോസിറ്റീവ് നിന്ന് കറണ്ട് അതേ ഡയറക്ഷനിലാണ്. അതുകൊണ്ട് അവരെ പ്ലസ് എടുത്തു. ഇവിടെ സെല്ലൊന്നുമില്ല, അതുകൊണ്ട് V മാത്രം എടുത്തു. ഇനി ഈ കറണ്ട് നമ്മൾ ഇങ്ങോട്ടും, ഇതിൻ്റെ പോസിറ്റീവ് നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റുമാണ്, അതുകൊണ്ട് അവരുടെ ഡിഫറൻസ് എടുത്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ V + 6/3 പ്ലസ് V/1 പ്ലസ് V - 9/5 ഈക്വൽ ടു 0. ഇനി ഇതിൻ്റെ LCM എത്ര? ഇത് 3ഉം ഇത് 5ഉം ആണ്, 15 ആണ്. അപ്പോൾ ത്രൂ ഔട്ട് നിങ്ങൾ ആ ഇക്വേഷനെ 15 കൊണ്ട്, ഈ സെയിം വാല്യൂവിനെ എന്ത് ചെയ്യാം? നമുക്ക് ഈ സെയിം വാല്യൂവിനെ ഞാൻ ത്രൂ ഔട്ട് അങ്ങ് 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും. അപ്പോൾ ഇവനെ നിങ്ങൾ 15 കൊണ്ട്, LCM 15, 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെയും നിങ്ങൾ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇവിടെയും 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെയും നിങ്ങൾ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 3ഉം 15 കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 5 കിട്ടും. ചുമ്മാ LCM എടുക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ഈ 5ഉം 15 കൂടെ കട്ട് ചെയ്താൽ ഇവിടെ ഒരു 3 കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ അകത്തോട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ 5V + 30 + 15V + 3V -3 × 9 27 ഈക്വൽ ടു 0. ഇവിടെ 5V + 15V ദാറ്റ് ഈസ് ഈക്വൽ ടു 20V + 3V അല്ലേ? 23V ഈക്വൽ ടു, ഇനി നോക്കിയാൽ നമ്പേഴ്സ് 30ഉം പിന്നെ VV 2 ടേമല്ലേ ഉള്ളൂ. യെസ്, 27. 30 നിന്ന് -27, അപ്പോൾ അത് 3 കിട്ടും. അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ
-3 ആയിട്ട് മാറി അല്ലേ. 30 - 27 3 ഈക്വലിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ -3 ആയി. ദെയർഫോർ വി ഈക്വൽ ടു -3 ഡിവൈഡഡ് ബൈ 23. -3/23 എത്ര കിട്ടും? -0.13 വോൾട്ട് എന്ന് കിട്ടും. -0.13 വോൾട്ട് എന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റൈറ്റ് നൗ നമ്മളുടെ ഈ വി പൊട്ടൻഷ്യൽ, ഇവിടുത്തെ വി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -0.13 വോൾട്ടാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു കാര്യം അനലൈസ് ചെയ്യാൻ പറ്റും. ഈ താഴത്തെ പൊട്ടൻഷ്യൽ 0യും ഇവിടുത്തെ പൊട്ടൻഷ്യൽ നെഗറ്റീവാണ്. അപ്പോൾ കറണ്ട് പിയിൽ നിന്ന് ക്യൂവിലോട്ടല്ല. ഇതാണ് ഹൈ പൊട്ടൻഷ്യൽ, ഇതാണ് ലോ പൊട്ടൻഷ്യൽ. എന്ന് വെച്ചാൽ നമ്മളെടുത്ത ഡയറക്ഷൻ തെറ്റാണെന്നാണ് അല്ലേ? അത് സത്യമാണ്. നമ്മൾ ഡയറക്ഷൻ എടുത്ത താഴോട്ടല്ലേ. പക്ഷേ ഇതാണ് ഹൈ പൊട്ടൻഷ്യൽ, ഇതാണ് ലോവർ പൊട്ടൻഷ്യൽ. അപ്പോൾ കറണ്ട് തിരിച്ചാണ് ആക്ച്വലി ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് Q to P ആണ്. അപ്പോൾ കറണ്ട് Q to P ആണ്. അപ്പോൾ ഇനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ആൻസറായി. Q to Pയിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇനിയും ചെയ്തോളൂ. കറണ്ട് I ഈക്വൽ ടു V/R, പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഇവിടുത്തെ പൊട്ടൻഷ്യൽ, താഴത്തെ പൊട്ടൻഷ്യൽ 0യും മൈനസ് മുകളിലത്തെ പൊട്ടൻഷ്യൽ -0.13 ആണ് അല്ലേ. പൊട്ടൻഷ്യൽ ഈ ബ്രാഞ്ചിലെ കറണ്ടല്ലേ വേണ്ടത്. QP അല്ലെങ്കിൽ PQയിലാണല്ലോ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കറണ്ട് കാണാൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ എഴുതിയാൽ കാണത്തില്ല അല്ലേ. കറണ്ട് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബൈ റെസിസ്റ്റർ ആണ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ മൈനസ് ഓഫ് മൈനസ് എടുക്കണം. ക്ലിയർ? ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എത്രയാണ്? ആ ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് 1 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.13 ആംപെയർ. 0.13 ആംപെയർ ഫ്രം Q to P. ഫ്രം Q to P ഓപ്ഷൻ നമുക്ക് 1 എടുക്കാൻ പറ്റും. ഓപ്ഷൻ 1 എടുക്കാൻ പറ്റും. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതേലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാനൊന്നും ഇത്ര സമയം വേണ്ട. നിങ്ങളെ ഞാൻ സൈൻ കൺവെൻഷൻ പഠിപ്പിക്കാൻ നിൽക്കുന്നതുകൊണ്ടും പ്ലസും മൈനസും ഒക്കെ എഴുതാൻ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്ര സമയം എടുക്കുന്നത്. അല്ലെങ്കിൽ ഇത്ര സമയമൊന്നും എടുക്കില്ല. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു 30 to 40 സെക്കൻഡ്സ് കാൽക്കുലേഷൻ സ്പീഡുള്ള ആൾക്ക് കാൽക്കുലേഷൻ സ്പീഡ് വേണം. കാൽക്കുലേറ്റ് ചെയ്യാനും LCM എടുക്കാനും നമുക്കറിയണം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. എൻട്രൻസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യണോ, നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ ഉള്ള തിയറി എല്ലാം കൂടെ ബൈ ഹാർട്ട് ചെയ്തിട്ടോ കുറേ ഇക്വേഷൻ അറിയാവുന്നതുകൊണ്ടോ ഒരു കാര്യമില്ല. കോൺസെപ്റ്റ് പ്രോപ്പർ ആയിരിക്കണം. ഒരു പർട്ടിക്കുലർ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അവിടുത്തെ കോൺസെപ്റ്റ് പ്രോപ്പർ ആയിരിക്കണം. അവിടുത്തെ ഇക്വേഷൻസ് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ഉണ്ടായിരിക്കണം. അത് പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാനുള്ള അറിവ് നമുക്ക് വേണം. ആ അറിവ് തരുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ. ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ അനലിറ്റിക്കൽ സ്കില്ലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള സ്പീഡും കൂടുന്നതായിരിക്കും. ഇതേ എനിക്ക് ഉപദേശിക്കാനുള്ളൂ. അടിപൊളിയായിട്ട്, ഉപദേശമൊന്നുമില്ല, ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത സീരീസിൽ ഇനിയും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ് വെരി വെൽ. ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ടഫറായിട്ടുള്ള ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇനി ചെയ്യേണ്ടത് ഈ കൺസെപ്റ്റിൽ നിന്ന് വരാവുന്ന മറ്റ് ചോദ്യങ്ങൾ നിങ്ങളുടെ ഗൈഡ് ബുക്കുകളിൽ നിന്നോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബാങ്കുകളിൽ നിന്നോ കണ്ടെത്തി സോൾവ് ചെയ്ത് നോക്കലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓർക്കുക, ഈ 2-3 ചോദ്യം കാണാതെ പഠിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് പ്രത്യേകിച്ച് നീറ്റിന് ഉപകാരം കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ ഈ മോഡലിലുള്ള പരമാവധി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നീട് ഈ ഒരു 1 ഷോട്ട് കൺസെപ്ച്വൽ സീരീസ് എന്നുള്ള ഈ ഒരു സീരീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇതിനെ എൻഗേജ് ചെയ്യുന്നു, എത്രത്തോളം കമൻറ്റ് ചെയ്യുന്നു, എത്ര അധികം ആളുകൾ ഇത് വ്യൂ ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായെങ്കിൽ അത് കൃത്യമായിട്ട് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സജഷൻസും ഫ്യൂച്ചറിൽ വേണ്ട കൺസെപ്റ്റുകളും കൂടി താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക കൂടി ചെയ്യുക. പരമാവധി ആളുകൾ വരുന്നതോടുകൂടി കൂടുതൽ കൺസെപ്റ്റുവൽ വീഡിയോസ് നമുക്ക് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തു തരാൻ വേണ്ടി പറ്റും. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് വിൽ സീ യു വിത്ത് അനദർ വീഡിയോ.